ഗുഡ് മോർണിംഗ്. അഭിനവ്, ഞാൻ ഓഡിബിൾ അല്ലേ? സാറേ എന്തോ നോയ്സ് ഉണ്ട് ചെറുങ്ങനെ. ഇപ്പോൾ റെഡി ആയോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, എല്ലാവരോടും പെട്ടെന്ന് സാറേ ജോയിൻ ചെയ്യാൻ ഇപ്പൊ ഒരു പറയാം. കരകരപ്പ്. ചേഞ്ചസ് ഉണ്ടോ? ഓക്കെ ആണോ? നേരത്തെ ഒരു നോയ്സ്, മഴ പെയ്യുന്ന പോലത്തെ. അത് ഇവിടുത്തെ ഫാനിന്റെ സൗണ്ട് ആയിരിക്കും. ഇപ്പൊ ഓക്കെ ആണോ? ആ സാർ കേൾക്കുന്നില്ല സാർ. നിങ്ങളൊന്ന് ലിസൺ ചെയ്യാം. കണക്ഷൻ ലോസ്റ്റ് ആണ്. ഇപ്പം ജോയിൻ ചെയ്യാം.
ഓക്കെ, ഓഡിബിൾ അല്ലേ ഞാൻ? ഗുഡ് മോർണിംഗ്. നിവേദ്യ പ്രിൻസ്, ഋത്തിക് സുനിൽ, രോഹിത്. ഒന്ന് റെസ്പോണ്ട്. ഓക്കെ നിവേദ്യ, താങ്ക് യു. നിങ്ങൾ നോക്കാം, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറയുമ്പോഴായിരുന്നു കട്ടായത്. ലാസ്റ്റ് ടോപ്പിക് മൈക്രോ പ്രോസസർ, ദെൻ ഡിവൈസ് ഡ്രൈവർ, ടെക്സ്റ്റ് എഡിറ്റർ, ഡീബഗർ. നിങ്ങൾ 4 ടോപ്പിക്സ് ഏകദേശം കുറച്ച് പാർട്ടുകളേ ഉള്ളൂ നമുക്ക് പഠിക്കാം. നമ്മുടെ സിലബസ് നോക്കിയിട്ട് ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പ്രോബ്ലം മീൻസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യണം, എല്ലാവരും നോട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the difference between macro invocation and subroutine call? What is the difference between macro invocation and subroutine call? Okay, Rohit, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. What is the difference between macro and subroutine? Macro and subroutine. നിവേദ്യ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. What is the difference between macro and subroutine? മിഥുൻ മോഹൻ, നന്ദിത, ഓഡിബിൾ ആണോ ഞാൻ? നന്ദിത, നന്ദിത. ഓക്കെ, നിങ്ങൾ നോക്കുക, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ തന്നെ പറയാം. മാക്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഐ എം ഷോയിങ് എൻ എക്സാമ്പിൾ ഫോർ മാക്രോ. ഹിയർ യു ക്യാൻ സീ ദിസ് ഈസ് അവർ മാക്രോ. This is our macro, and I am explaining macro prototype. We are starting with the macro name, then we are having an assembler directive. Macro is assembler directive, and also having some parameters used for macro. Then this is our body, then this is m end. But you have to write macro is very similar to a function. Assembly language നമ്മൾ ഫംഗ്ഷൻ എഴുതാനുള്ള ഓപ്ഷൻ ആണ് ആക്ച്വലി മാക്രോ നമുക്ക് തരുന്നത്. ഇനി ഞാനൊരു മാക്രോ ഇവിടെ എഴുതുകയാണ്, നിങ്ങൾ അസംബ്ലി ലാംഗ്വേജ് പഠിക്കുകയാണ്. യു ആർ പ്രിന്റ്, ഐ എം റൈറ്റിംഗ് എ മാക്രോ. പ്രിന്റ് ഈസ് എ മാക്രോ. ഇതൊരു എക്സാമ്പിൾ ആണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. പ്രിന്റ് മാക്രോ എ. ഐ ഹാവ് ടു പ്രിന്റ് എ വാല്യൂ എ. പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? LE സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ലോഡ് ഇഫക്റ്റീവ് അഡ്രസ് LEA DX, A, മൂവ് H, 09H, int 21H, then end M. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പക്ഷേ ലാബിൽ ഞാൻ തന്നെ ആയിരിക്കും മാസം ലാംഗ്വേജ് പഠിപ്പിക്കുക. അപ്പം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാനുള്ള മാസം കമാൻഡ് തന്നെയാണ്. സോ ഐ എം റൈറ്റിംഗ് എ ഫംഗ്ഷൻ ടു പ്രിന്റ് എ സ്റ്റേറ്റ്മെന്റ്. ഐ എം റൈറ്റിംഗ് എ ഫംഗ്ഷൻ ടു പ്രിന്റ് എ സ്റ്റേറ്റ്മെന്റ്. ഹിയർ നമ്മുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ ഈ ഒരു മാക്രോ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന സംഭവത്തിന് എ എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ആണെന്ന് കരുതുക. എ ഈസ് എ സ്ട്രിംഗ് ദാറ്റ് ഇൻഡിക്കേറ്റ് എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്നാണെന്ന് കരുതുക. എൻ്റർ ദി നമ്പർ, എൻ്റർ നമ്പർ. ഐ ആം സെയിങ് എ ഈസ് എ സ്ട്രിംഗ് ദാറ്റ് സേസ് എൻ്റർ ദി നമ്പർ എന്ന് പറയുന്നൊരു സ്ട്രിംഗ് ആണിത്. ആ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാനുള്ള മാക്രോ ആണ്. സോ ദിസ് ഈസ് ദി സെറ്റ് ഓഫ് ലൈൻ ദാറ്റ് വി യൂസ് ടു പ്രിന്റ് എ ലൈൻ. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ആക്ച്വലി ഒരു മാക്രോ എന്ന് പറയുന്നത്. Then how it is differ from subroutine? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. How it is differ from subroutine? അതായത് ഈ പ്രിന്റ് മാക്രോ എ എന്ന് പറയുന്ന ഒരു മാക്രോ ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലൈൻസിനെ പ്രിന്റ് ചെയ്യാൻ ഐ ക്യാൻ റീയൂസ് ദിസ് മാക്രോ. ഈ ഒരു മാക്രോ എനിക്ക് മതി. സപ്പോസ് ഐ ആം സെയിങ് പ്രിന്റ് ബി ആൻഡ് ഐ ആം അഗൈൻ കോളിംഗ് പ്രിന്റ് സി. മീൻ ചെയ്യുന്നത് എന്താണ്? സെയിം മാക്രോനെയാണ് ഞാൻ കോൾ ചെയ്യുന്നത് ആൻഡ് ഐ എം യൂസിങ് ഡിഫറെന്റ് പാരാമീറ്റർ. ഹിയർ ഇറ്റ് ഈസ് ബി, ഹിയർ ഇറ്റ് ഈസ് സി. അപ്പം ഈ ഒരു പ്രിന്റ് ബി കോൾ ചെയ്യുമ്പം എൻ്റയർ മാക്രോ, ഈ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറും. എഗൈൻ ഐ എം കോളിംഗ് മാക്രോ ടു പ്രിന്റ് സി. എഗൈൻ എന്താവും? ഇത് നമ്മുടെ പാർട്ടായിട്ട് മാറും. ഇതാണ് ഒരു മാക്രോയുടെ കേസിൽ നടക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ കോൺസെപ്റ്റ്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ.
ഋഷികേഷ്, ഋത്തിക്, സുനിൽ, രോഹിത്, സഫീർ, സങ്കീർത്തന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിനവ്, നിനക്ക് മനസ്സിലായോ? അഭിനവ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് സബ് റൂട്ടീൻ. ഓക്കെ, ഇതാണ് മാക്രോയുടെ കേസിൽ. ഓരോ തവണ നമ്മൾ മാക്രോ കോൾ നടക്കുമ്പോഴും ദാറ്റ് എൻ്റെ കോഡ് ബിക്കം പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും മാക്രോ എക്സ്പാൻഡ് ചെയ്യും. ബട്ട് നോർമൽ കേസ് വെൻ വി ആർ കൺസിഡറിങ് എ ഫംഗ്ഷൻ ഓർ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ എഴുതുവാണ് ഐ എം റൈറ്റിംഗ് എ സബ് റൂട്ടീൻ. സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഐ എം ഹാവിംഗ് എ ഫംഗ്ഷൻ ലൈക്ക് ഐ എം ഹാവിംഗ് എ സബ് റൂട്ടീൻ ആഡ് and with the parameters, suppose a and b are some parameters, and this function return a plus b. Based on the parameters, this function return a plus b. ഇതാണ് കരുതുക. So in main program I am passing two values corresponding to a and b. ഇതിനു വേണ്ടി ഞാൻ പാസ് ചെയ്യും. Then that function will return the result into main function. Okay അല്ലേ? ഇനി ഓരോ ഫംഗ്ഷൻ കോളിലും, സപ്പോസ് ഇൻ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ ഐ എം കോളിംഗ് add with parameters 5 and 6, then I am calling add with parameters 6 and 7. ഓരോ ടൈം ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ കോഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വി ആർ റീയൂസിങ് ദി കോഡ് ഫോർ ഈച്ച് ഇൻവോക്കേഷൻ. ഓക്കെ, ആൻഡ് വി ആർ ഗെറ്റിംഗ് ദി റിസൾട്ട്. അവിടെ എന്തില്ല, ആ ഒരു പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് കോഡ് മാറുന്നോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് വി ആർ കോളിംഗ് ദി ഫംഗ്ഷൻ വിത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, then we are getting the result. നമുക്ക് അത് വേണേൽ പ്രിന്റ് ചെയ്യാം. അപ്പോൾ this is the main difference between macro and a subroutine. macro and subroutine കോൺസെപ്റ്റ് ക്ലിയർ ആണ്? നിങ്ങളിത് മനസ്സിലാക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് സബ്റൂട്ടീൻ. S6 സ്റ്റുഡൻസ് ആണ്. മാക്രോ സബ്റൂട്ടീൻ ചോദിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ചൊക്കെ എഴുതാനുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ഈ ഒരു ലൈൻ അവിടെ എഴുതി വെക്കുക. ഡ്യൂറിങ് മാക്രോ കോൾ statement of the macro body are expanded each time the macro is invoked. Statement of the macro body are expanded each time when the macro is invoked. Clear? Then regarding subroutine, statement of the subroutine appear only one regardless of how many times subroutine is called. Statement appear only one regardless of how many times the subroutine is called. Regardless of how many times the subroutine is called. ഇനി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാണ്, ഈ മാക്രോ പോലെ തന്നെ കോഡ് എക്സ്പാൻഡ് ആവുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ലേ? മാക്രോ പോലെ തന്നെ കോഡ് എക്സ്പാൻഡ് ആവുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിലുള്ള ഒരു സംഭവമാണ് ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇൻലൈൻ ഫംഗ്ഷൻ നിങ്ങളത് നോട്ട് ചെയ്യുക. ഇൻലൈൻ ഫംഗ്ഷൻസ് ആർ വെരി സിമിലർ ടു മാക്രോ. എക്സിക്യൂഷൻ ടൈമിൽ ആ ഒരു പാർട്ട് ഓഫ് കോഡ് നമ്മുടെ പാർട്ടായി മാറുകയാണ് ചെയ്യാം. സോ വി ക്യാൻ സേ ഇൻലൈൻ ഫംഗ്ഷൻ ഒരു മാക്രോ പ്രോപ്പർട്ടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻലൈൻ ഫംഗ്ഷൻ എന്നത് റബ്ബ് ചെയ്യാണ്. ഓക്കെ, ദെൻ normal subroutine call we have to consider about our return address parameter passing mechanism. There we can pass by address, pass by reference, അങ്ങനെ കുറേ കോൺസെപ്റ്റ് ഉണ്ട്. സബ്റൂട്ടീൻ കോൾ നടക്കും. സബ്റൂട്ടീൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ there we have parameter passing എന്ന് പറയുന്നത് we can go for different mechanism. parameter passing mechanism നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. then proper data structure മിക്കവാറും സ്റ്റാക്ക് ആയിരിക്കും. We have to maintain a data structure. There we have to store return address. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. When we are considering a subroutine or a function call, we have to consider parameters and their data structure and their return address.
എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സബ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് റിട്ടേൺ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ മാക്രോ ആ ഒരു കാര്യത്തിൽ സേഫ് ആണ്. മാക്രോ എന്താണ്? വെൻ ദാറ്റ് ഇൻവോക്കേഷൻ ഒക്കേഴ്സ്, ആ എൻ്റയർ ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറും. ഇപ്പൊ നോർമൽ സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. Again we are calling that macro with a different parameter, which means again we are getting the same code. We can follow the sequential order. Subroutine ആണെങ്കിലോ കൺട്രോള് ഡിഫറെന്റ് സ്ഥലത്തേക്ക് പോകുന്നു, അത് അവിടെ എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വരണം. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ റിട്ടേൺ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. മാക്രോ ആ ഒരു കാര്യത്തിൽ സേഫ് ആണ്. മിനിമം ഇത്രയും പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. During subroutine call, we have to consider with the parameters and their storing data structure and their return address. But in the case of macro invocation, the entire code become the part of our program. അപ്പോൾ ഈ റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യുക, പാരാമീറ്ററിനെ പാസ് ചെയ്യുക, അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി ഒന്നും വേണ്ട, പാസ് ചെയ്യേണ്ട. ബിക്കോസ് ആഫ്റ്റർ മാക്രോ എക്സ്പാൻഷൻ സീക്വൻഷ്യലായിട്ട് തന്നെ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്തോളും. റാസി, ഋഷികേഷ്, ഋഷ്വിൻ, ഋത്തിക് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കോൺസെപ്റ്റ് ക്ലിയർ? നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ എഴുതിപ്പിക്കും കേട്ടോ. 50% റെസ്പോൺസ് എങ്കിലും മിനിമം വേണം ഓൺലൈൻ ക്ലാസ്സിൽ. ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഋത്തിക്, അഭിനവ്. അഭിനവ് ക്ലിയർ ആണോ? അഭിഷേക്, ഐശ്വര്യ, അമൽ രവീന്ദ്രൻ, അനൈന, അമല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, then coming to second question. In the part E, I am discussing second question. Write the one pass macro processor algorithm. Write one pass you have to write one question there. Write one pass macro processor algorithm. 7 marks ആണ്, 7 marks. Okay, then about one pass macro processor algorithm. എഴുതാൻ പോകേണ്ട കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മാക്രോ പ്രോസസർ അൽഗോരിതം ജസ്റ്റ് പറഞ്ഞു പോയാൽ പോരാ, നിങ്ങൾ പറയണം മാക്രോ പ്രോസസർ അൽഗോരിതം എക്സ്പ്ലെയിൻ വിത്ത്, വി ക്യാൻ എക്സ്പ്ലെയിൻ മാക്രോ പ്രോസസർ അൽഗോരിതം വിത്ത് 2 procedures. ഫസ്റ്റ് വൺ എക്സ്പാൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ. First procedure is expand, second procedure is define. Okay, then you have to write one more sentence. Expand means we are expanding the macro by taking statement from definition table. Okay, we are taking statement from definition table. Then next procedure that we are explaining is define. Define means we are identifying the macro and placing that macro into def table. Def table. Okay, so you have to write one more sentence regarding the different data structure. Okay, there you have to identify ഏതൊക്കെ പറയണം. In order to perform pass macro processor algorithm, we need 3 data structures. First one name tab, second one definition table, third one argument table. Clear ആണോ? I am going to explain macro processor pass algorithm. So there we have 3 data structures, name tab, def tab and argument table. ഇനി ഓരോ ലൈനെങ്കിലും മിനിമം ഓരോന്നിനെ പറ്റി എഴുതാൻ പറ്റണം. ഡെഫ് ടാബ് എന്താണ്? ഡെഫ് ടാബ് കണ്ടെയ്ൻ macro prototype, macro definition and end. Then name tab contain each macro name and one pointer to start of the macro, one pointer to end of the macro. Okay, finally we are having an argument table. There we are listing different arguments, f1, buffer length. ഇതൊക്കെ arguments, we are placing it into argument table. ഇനി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായോ വാട്ട് ആർ ദി ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഫോർ മൈക്രോ പ്രോസസർ? ജെറീഷ്, ലിയാന, മിൻഹജ്, പ്രിൻസ്, ഋഷികേഷ്, ഋഷിൻ. Definition table, name table and argument table. 3 data structures. Okay, ഇനി സംഭവം ഒന്നുമില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാസ് ഓൺ പറയാൻ പറ്റണം. പാസ് ഓൺ പറയാൻ പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയുള്ള കാര്യമാണ്. ഹിയർ വി ആർ ഹാവിങ് അവർ സോഴ്സ് പ്രോഗ്രാം. ഇതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം എന്ന് കാണും. ഈ സോഴ്സ് പ്രോഗ്രാം മനസ്സിലാക്കിയാലേ മാക്രോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം. നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സോഴ്സ് പ്രോഗ്രാം ആണിത്.
നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ആദ്യം ആലോചിക്കണം. അതായത് ഇങ്ങനെ ഒരു സോഴ്സ് പ്രോഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ദിസ് ഈസ് അവർ ഇൻപുട്ട്. ഇൻപുട്ടിനെ ഫസ്റ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ ഡിഫറെന്റ് മാക്രോനെ ഐഡന്റിഫൈ ചെയ്യണം, വിച്ച് മീൻസ് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. വി ഹാവ് ടു ഐഡന്റിഫൈ ദി മാക്രോ. ആക്ച്വലി വി ആർ ഡിഫൈനിങ് മാക്രോനെ ഡെഫിനിഷൻ ടേബിളിലേക്ക് പിടിച്ചിടുന്നു. ദാറ്റ് പ്രൊസീജിയർ ഈസ് നോൺ ആസ് മാക്രോ ഡെഫിനിഷൻ. ദെൻ ഡിഫൈൻ ചെയ്യുന്നു. നമ്മൾ ഇൻപുട്ട് ഫയലിനെ മാക്രോ അല്ലാത്ത ലൈനിനൊക്കെ ഒരു ഇന്റർമീഡിയറ്റ് ഒരു ഫയൽ ഉണ്ട്. മാക്രോ ആണെങ്കിൽ മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ഇൻപുട്ട് ലൈൻസ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. മാക്രോ അൽഗോരിതം സേസ് വി ആർ പാർസിംഗ് ദി ഇൻപുട്ട് ഫയൽ. ഇഫ് ഇറ്റ് ഈസ് എ മാക്രോ, ആ ഇൻപുട്ട് പ്രോഗ്രാമിൽ ഒരു മാക്രോ, ഒരു ഫംഗ്ഷൻ പ്രസൻസ് കണ്ടാൽ വി ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് മാക്രോ. നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണം. അല്ലാത്ത ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും മാക്രോ കോൾ ഇൻവോക്കേഷൻ വന്നാൽ വി ഹാവ് ടു എക്സ്പാൻഡ്. ഒരു കോള് വരുവാണെങ്കിൽ വി ഹാവ് ടു എക്സ്പാൻഡ്. ദീസ് ആർ ദി പ്രൊസീജിയേഴ്സ്. സോ ഗെറ്റിംഗ് ആൻ ഇൻപുട്ട് ഫ്രം സോഴ്സ് പ്രോഗ്രാം, സോഴ്സ് പ്രോഗ്രാമിൽ ഇൻപുട്ട് കിട്ടുന്ന പ്രൊസീജിയറിനെ നമ്മൾ വി ആർ സേയിങ് ഇറ്റ് ഈസ് എ ഗെറ്റ് ലൈൻ പ്രൊസീജിയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന രണ്ട് ടാസ്ക് ഉണ്ട്. വി ഹാവ് ടു ഐദർ ഡിഫൈൻ ഓർ വി ഹാവ് ടു എക്സ്പാൻഡ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ് ലൈൻ പ്രൊസീജിയർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ പറ്റണം. വെർബലി 1 by 1 ആയിട്ട് എഴുതാൻ പറ്റണം. വി ആർ പാർസിംഗ് അവർ ഇൻപുട്ട് പ്രോഗ്രാം ആൻഡ് വി ആർ ഡിഫൈനിങ് ദി മാക്രോ. ഓപ്കോഡ് മാക്രോ ആണെങ്കിൽ വി ഹാവ് ടു ഡിഫൈൻ ദി മാക്രോ. ഇഫ് ഓപ്കോഡ് ഈസ് ഫംഗ്ഷൻ നെയിം ആണെങ്കിൽ വി ഹാവ് ടു എക്സ്പാൻഡ് ദി മാക്രോ. ദെൻ other input lines we are placing it into intermediate file. Then regarding get line procedure, we are getting a line from source program. Process line ലാണ് ഡിഫൈൻ ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ഒരു ഇൻട്രോ ക്ലിയർ ആണോ? റാസി, ഋത്തിക്, സഫീൽ, സാരംഗ്, തേജ, തുളസി റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. ഓക്കെ അഭിനവ്, താങ്ക് യു. അമൽ സുരേന്ദ്രൻ, അഞ്ജിത, അനുജ, അനുപമ, തുളസി. യെസ്, ഓക്കെ. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാവും. ഈ പ്രോഗ്രാം നിങ്ങൾ സൂം ചെയ്യുക. എല്ലാവരും ഒന്ന് സൂം ചെയ്യണം. ഞാൻ റബ്ബ് ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഇതിലും ഈ ഒരു പ്രോഗ്രാമിൽ മാക്രോ കണ്ടാൽ നമ്മൾ ഡിഫൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും മാക്രോ, ബിക്കോസ് when opcode equal to macro. നമ്മുടെ പ്രോഗ്രാം കോൺസെപ്റ്റ് ഇതാണ്. ദിസ് ഈസ് അവർ ലേബൽ, ദിസ് ഈസ് അവർ opcode, ദിസ് ഈസ് അവർ ഓപ്പറൻഡ്. വി ആർ ഐഡന്റിഫൈങ് when opcode equal to macro ആണെങ്കിൽ നമുക്ക് മനസ്സിലായി m end വരെയുള്ളത് ആരാണ്? മാക്രോ ആണ്, up to m end. Then we have to place this macro. ഇത്രയും ലൈനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു? ഡെഫ് ടാബിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. We are placing that entire macro into a def tab, starting from this prototype till the end. Clear aane? Macro ഇവിടെ വന്നു. And we are placing a pointer from name tab. Again we are having a data structure. Name tab എന്ന് പറഞ്ഞ ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഈ നെയിം ടാബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ നെയിം പ്ലേസ് ചെയ്യും. Here the macro name is read buff. read buffനെ നമ്മൾ അവിടെ പിടിച്ചിട്ടു. Then we are placing a pointer സ്റ്റാർട്ടിങ്ങിലേക്കും എൻഡിങ്ങിലേക്കും നമ്മൾ പോയിന്റർ വരച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇൻ ദി ഡിഫൈൻ പ്രൊസീജിയർ വി ആർ ഐഡന്റിഫൈങ് ദി മാക്രോ ആൻഡ് പ്ലേസിംഗ് ഈച്ച് ലൈൻ ഇൻ ടു ഡെഫ് ടേബിൾ ആൻഡ് ക്രിയേറ്റിംഗ് വൺ പോയിന്റർ ഫ്രം നെയിം ടേബിൾ. നെയിം ടേബിൾ എന്നൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യുന്നു. along with we are placing all our arguments into argument table. ഇവിടെയുള്ള എല്ലാ ആർഗ്യുമെന്റ്സിനെയും ആർഗ്യുമെന്റ് ടേബിളിലേക്ക് നമ്മൾ 1 by 1 ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് പ്രൊസീജിയർ ഫോർ ഡെഫിനിഷൻ, മാക്രോ ഡെഫിനിഷൻ. ഇനി നേരിട്ട് നമുക്ക് ആ പ്രൊസീജിയർ പറയാം. ഐ എം എക്സ്പ്ലെയിനിങ് ദി പ്രൊസീജിയർ ഫോർ ഡിഫൈൻ മാക്രോ ഡെഫിനിഷൻ. ഇതാണ് മാക്രോ ഡെഫിനിഷൻ പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്നുകൂടി നോക്കുക. ഇതൊക്കെ പണ്ട് പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു റിവിഷൻ പോലെ പറയുന്നത്. ഓക്കെ,
In define procedure, enter macro name into name tab. നമ്മൾ കണ്ടു, we are having a function read buff എന്നായിരുന്നു, rd buf was the function name or macro name. We are placing it into name tab. Then enter macro prototype into def tab. അതായത് read buff ന്റെ first line we are placing it into def tab നമ്മൾ place ചെയ്തു. And we are keeping a variable level initially 1. അതായത് suppose we are having a macro here. Inside this macro we can have another macro, ഒരു macro കൂടെ ഉണ്ടെന്ന് കരുതുക, ആൻഡ് ഈ ഒരു macro ഇവിടെ end ആയി എന്ന് കരുതുക. ഓക്കെ, ലെവൽ വേരിയബിൾ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? We are first identifying this macro, again we are identifying this macro. ഈ ഒരു end കാണുമ്പോൾ അസംബ്ലർ വിചാരിക്കും ഫസ്റ്റ് macro ആണ് end ആയിട്ടുള്ളതെന്ന് വിചാരിച്ചു പോകും. എന്നിട്ട് പിന്നെ ഈ ഒരു മാക്രോനെ, ഈ രണ്ടാമത് കണ്ട മാക്രോനെ അയാൾ കൺസിഡർ ചെയ്യൂല. ഒന്നുകൂടി പറയാം, മാക്രോന് ആകെ അസംബ്ലറിന് മനസ്സിലാവുന്നത് എന്താ? വെൻ ഇറ്റ് ഈസ് ഐഡന്റിഫൈ എ മാക്രോ, ഇറ്റ് ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് ഓഫ് മാക്രോ. ദെൻ അഗൈൻ ഇറ്റ് ഐഡന്റിഫൈ എൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് മാക്രോന്റെ എൻഡ് ആണെന്നേ അയാൾ വിചാരിക്കുള്ളൂ. പക്ഷെ ആക്ച്വലി ചിലപ്പോൾ എന്താവാം, ഈ ഒരു മാക്രോന്റെ എൻഡ് ആവാൻ ഇത് സാധ്യതയുണ്ട്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, so when it is going to parse a macro, when it is going to define a macro, initially തന്നെ അതൊരു 1 ആക്കി കീപ്പ് ചെയ്ത് വെക്കും, 1 ആക്കി കീപ്പ് ചെയ്യും. എന്നിട്ട് വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിയാൽ വൈൽ ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമ്മൾ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറുള്ളൂ. ഗെറ്റ് ലൈൻ ചെയ്തു, ഓപ്പ് കോഡ് മാക്രോ ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, ഓപ്പ് കോഡ് മാക്രോ ആണെങ്കിൽ ലെവൽ പ്ലസ് 1 ആക്കും. സോ ഇനീഷ്യൽ ലെവൽ വാസ് 1, ഈ ഒരു മാക്രോ ലെവൽ 1ൽ നിന്നു ഈ ഒരു മാക്രോനെ കണ്ടപ്പം ലെവൽ പ്ലസ് 1 ആയി. ഇവിടെ നമുക്ക് മാക്രോ 2 ആയിട്ടുണ്ട്, കണ്ടോ? ആഫ്റ്റർ ഐഡന്റിഫൈങ് എം എൻഡ്, ഈ ഒരു എൻഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ലെവൽ മൈനസ് 1, എഗെയിൻ ഇറ്റ് ഈസ് 1 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, വീണ്ടും വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറി, പിന്നെ മാക്രോ ഒന്നും കാണൂല. ഇനി നമ്മൾ കാണാൻ സാധ്യതയുള്ള ഈ ഒരു മാക്രോന്റെ എൻഡ് ആവും നമ്മൾ കാണാൻ സാധ്യതയുള്ളത്. ഈ എൻഡ് എപ്പോഴേലും നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ ലെവൽ വേരിയബിൾ എന്തായി? 0 ആയി പോയിട്ടുണ്ടാവും. അപ്പൊ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുള്ളിൽ കയറേണ്ട ആവശ്യമില്ല. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കയറുള്ളൂ. സോ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ലെവൽ വേരിയബിൾ ഡിഫൈൻ ചെയ്ത എല്ലാ മാക്രോനെയും വേസ്റ്റ് കേസ് ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനെയും പരിഗണിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ലെവൽ വേരിയബിൾ തരുന്നത്. ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇൻ ഡിഫൈൻ പ്രൊസീജിയർ വി ആർ ഹാവിംഗ് എ ലെവൽ വേരിയബിൾ. വെൻ ലെവൽ ഗ്രേറ്റർ ദാൻ 0 വി ആർ ഗെറ്റിംഗ് ലൈൻ ഫ്രം സോഴ്സ് പ്രോഗ്രാമിൽ 1 by 1 ആയിട്ട് ലൈൻ കിട്ടുന്നു. And we are placing that line into definition table. Okay, then by identifying m end നമ്മൾ ലെവൽ വേരിയബിൾ ഒന്ന് കുറക്കുന്നു. And after placing all the statement into definition table, we are storing that pointer from name table to definition table. This is the procedure explaining define. ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇനി ഒരു തവണ വായിച്ചാൽ ഇതൊന്ന് എഴുതാൻ പറ്റൂലേ? നൂഹ, ഋഷിൻ, സെവിൻ, തനുശ്രീ, തുളസി, ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. ഓക്കെ, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇതൊന്നുകൂടി പറയാം. ഒരു ഫ്ലോ ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവണം. അനുജ, അഞ്ജിത, ആരോമൽ, അർപ്പിത്. ഓക്കെ, ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ആഫ്റ്റർ ഡിഫൈനിങ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ. എക്സ്പാൻഡ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. എക്സ്പാൻഡ് പ്രൊസീജിയർ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. എക്സ്പാൻഡ് എന്താ ചെയ്യുന്നതെന്ന് ആദ്യം ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂറിങ് എ ഫംഗ്ഷൻ, ഒരു മാക്രോ ഇൻവോക്കേഷൻ കോൾ. സപ്പോസ് ഐ ആം ഇൻവോക്കിംഗ് അവർ ഫംഗ്ഷൻ rd buff വിത്ത് പാരാമീറ്റേഴ്സ്. സപ്പോസ് p1, p2, p3 ആർ മൈ പാരാമീറ്റേഴ്സ്. ഇങ്ങനെ ഒരു പാരാമീറ്റർ വന്നു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ മീൻസ് എന്താണ്? ഡെഫിനിഷൻ ടേബിളിൽ നിന്ന് ഈ എൻ്റയർ ഡാറ്റേനെ നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാക്കി മാറ്റും. ദിസ് ഈസ് എക്സ്പാൻഷൻ. സപ്പോസ് again I am calling rd buff with different parameters. Now I am having parameter b1, b2, b3. Again that statement from definition table become part of our program. ഇങ്ങനെ ഓരോ തവണയും ഇത് നമ്മുടെ പാർട്ടായി മാറും. That's why we are saying it is macro expansion. Clear? Concept clear ആണോ? നന്ദ, നബീൽ, പ്രിൻസ്, ഋഷൻ, ഋത്തിക്, രോഹിത്. അഭിഷേക്, ക്ലിയർ ആണോ?
എവിടുന്ന ഓടിയ കൊട്ടെ? ഹലോ ഹലോ സാറേ, 1 മിനിറ്റ് മുമ്പ്, ഒരു 2 മിനിറ്റ് മുമ്പ്. ഓക്കെ, എക്സ്പാൻഡ് പ്രൊസീജിയർ ഫംഗ്ഷൻ കോൾ വരെ കേട്ടായിരുന്നോ? ഞാൻ നിങ്ങളുടെ കമന്റ് ലിസൺ ചെയ്യാൻ സമയത്താണ് വോയിസ് കട്ട് ചെയ്തത്. അപ്പം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ എക്സ്പാൻഡിങ് ഓപ്ഷൻ ഐദർ വി ഹാവ് ടു പെർഫോം ഗെറ്റ് ലൈൻ ഓർ പ്രോസസ് ലൈൻ. പ്രോസസ് ലൈൻ ചെയ്യുന്നത് വി ആർ പ്ലേസിംഗ് ദാറ്റ് ഡാറ്റ ഇൻ ടു ഇന്റർമീഡിയറ്റ് ഫയൽ ആണ്. Initially we are setting it is to true, then we are getting the line and performing expand process line option. ഇത് പ്രൊസീജിയർ ക്ലിയർ ആണോ? അനുപമ, നബീൽ, നിവേദ്യ, ഋഷികേഷ്, സേജൽ, സെവിൻ. എടാ നിങ്ങൾ ഓടിയ കട്ടായിരുന്നു, ഒന്നുകൂടി പറയണോ? ആമിന, അനുപമ എന്ന് റെസ്പോണ്ട് ചെയ്ത അർപ്പിത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയണോ, ഒന്ന് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കാവുന്ന നമ്മുടെ മാക്രോയില് ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ വി ആർ ടേക്കിംഗ് ദ ഡാറ്റ ഫ്രം ഡെഫിനിഷൻ ടേബിൾ ആൻഡ് ഗെറ്റിംഗ് ദി ആർഗ്യുമെന്റ്സ് ഫ്രം ആർഗ്യുമെന്റ് ടേബിൾ. അത് നമുക്കറിയാം. ദെൻ വി ഹാവ് ടു കോൾ ദി പ്രൊസീജിയർ ഗെറ്റ് ലൈൻ. ഈ ഒരു ഗെറ്റ് ലൈൻ പ്രൊസീജിയർ ആണ് ആക്ച്വലി ഗെറ്റിംഗ് ദി ലൈൻ ഫ്രം ഐദർ ഫ്രം ഡെഫ് ടാബ് ഓർ ഫ്രം അവർ പ്രോഗ്രാം ഓർ ഫ്രം അവർ സോഴ്സ് പ്രോഗ്രാം എന്നാണ് അത് ടേക്ക് ചെയ്യുന്നത്. Then we have to call process line function. Process line function either it is defining or it is expanding എന്ന് പറയുന്ന കോൾ പെർഫോം ചെയ്യുന്നു, or it is placing the data into intermediate file. Placing the data into intermediate file. ഈ ഒരു 3 ടാസ്ക് ആണ് നമ്മുടെ process line ചെയ്യുന്നത്. So during expansion when it is true you are getting the line from definition table. നമ്മൾ 1 by 1 ആയിട്ട് definition table നിന്ന് എടുക്കുന്നു and placing it into our intermediate file. Expand ചെയ്ത ഫയലിലേക്ക് പ്ലേസ് ചെയ്യുന്നു. Then we are keeping expanding equal to false. ഇത്രയും പ്രൊസീജിയർ ആണ് അപ്പം എക്സ്പാൻഡ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ വരാം. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സേജൽ, സെവിൻ, തുളസി. ഇപ്പൊ ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ അറ്റൻഡൻസ് എടുക്കാം.